വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ലഡുവായിട്ടാണ്. അത് ഗോതമ്പ് നുറുക്ക്, റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് നുറുക്ക് വെച്ചുള്ള ലഡുവാണ്. അവയെ നമ്മുടെ വിഷു സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലഡുവാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ 1 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 250 ഗ്രാം ഗോതമ്പ് നുറുക്ക്. അത് വെള്ളത്തിൽ ഞാൻ ഏകദേശം 1 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം. നമുക്ക് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം നികക്കെ വെച്ചിട്ട് 1 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അതേണ്ട നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഞാൻ ഒരു കുക്കറിലോട്ട് മാറ്റി. ഇനി അതിനകത്തോട്ട് 1.5 കപ്പ് കട്ടിപ്പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു 2-3 വിസിൽ വേവിച്ചെടുക്കണം. ഓരോ കുക്കറിൻ്റെയും പ്രഷർ അനുസരിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് നുറുക്കിൽ വെച്ചേക്കുന്ന പാലൊക്കെ നമുക്ക് നന്നായിട്ട് വറ്റി കിട്ടും. ഞാൻ ഒരു 3 വിസിലായപ്പം നിർത്തി. പിന്നെ അതിന് ശേഷം നമുക്ക് ഇനി ഗോതമ്പ് നുറുക്കൊക്കെ ഒന്ന് വിസിലൊക്കെ പോയിട്ടൊന്ന് തണുത്ത് കിട്ടണം. ആ സമയം കൊണ്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ കുറച്ചേറെ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലഡുവിനകത്ത് ചേർക്കാനും പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, പെട്ടെന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ നേരെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കംപ്ലീറ്റ് പാലും, നമ്മൾ ഒഴിച്ചു വെച്ച കംപ്ലീറ്റ് പാലും ഗോതമ്പ് നുറുക്കിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഒന്നും അടുക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മുന്തിരിങ്ങ, ഉണക്കമുന്തിരിയൊക്കെ വറുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് തന്നെ കുറച്ച് നെയ്യുണ്ട്. അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനിയാണ് ബാക്കി ലഡുവിനുള്ള പരിപാടികൾ. ഇത് ഈ നെയ്യിൽ കിടന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഗോതമ്പ് നുറുക്ക് വേവിക്കാനായിട്ട് 1.5 കപ്പ് പാലിലാണ് വേവിച്ചേക്കുന്നത്. ഇനിയും 1 കപ്പ് കട്ടിപ്പാലും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചൊരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, അങ്ങനെ ചേർക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി 2-3 ഡ്രോപ്സ് ടൊമാറ്റോ റെഡ് കളറാണ് ചേർക്കുന്നത്. 2-3 ഡ്രോപ്സേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഗോതമ്പ് നുറുക്ക് കളറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ആളങ്ങ് മാറി. കണ്ടില്ലേ? ഇതിനകത്ത് ഇനി ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്ന ഒരു സാധനമാണ് ഏലക്കാപ്പൊടി. നമുക്കിനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മൊത്തത്തിൽ ഇതിനകത്തോട്ടൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലഡുവിനൊരു ഫ്ലേവറും ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നെയ്യ് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളിത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഗോതമ്പ് നുറുക്ക് കുക്കറി വേവിച്ചുകൊണ്ട് നമുക്ക് അധികം കുക്കിംഗ് ടൈം വരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ വീണ്ടും ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഫ്രൈങ് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം ആവുന്നിടം വരെയും നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഗോതമ്പ് നുറുക്കിലെ നെയ്യും പാലും ഒക്കെ ദാണ്ടെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട്. ദാണ്ടെ നമ്മുടെ ഫ്രൈങ് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തോട്ട് ഞാൻ ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ബദാം ചെറുതായിട്ട് അരിഞ്ഞത് 1 പിടി, അതേപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയിൽ നിന്ന് കുറച്ച് അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെക്കാമെന്ന് വെച്ചാൽ ഒരുപാട് തണുക്കണ്ട, ഒരു ചെറു ചൂടോടുകൂടി വേണം നമുക്കിതിൻ്റെ ലഡു ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്കിൻ്റെ കൂട്ടൊക്കെ വേണ്ടേ, ലഡുവിനുള്ള കൂട്ടൊക്കെ
ഒരു ചെറു ചൂടുണ്ട്. ഇപ്പം തണുത്തെന്ന് പറയാൻ പറ്റില്ല, ചെറു ചൂടുണ്ട്. നമ്മളെ കയ്യിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊരു നെയ്യ് തടവിയതിന് ശേഷം എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുക. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ ബോളുകളാക്കി എടുക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിങ്ങയും ഒരു ചെറിയ ബദാമിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയെല്ലാം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ എത്ര ഭംഗിയാണ് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.